നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. ഭാഗ്യം നമുക്ക് ലഭിക്കണം. എല്ലാവരും പ്രാർത്ഥിക്കുന്ന കാര്യമാണ്. ലോട്ടറി സൗഭാഗ്യം ലഭിക്കാനും അതുപോലെ നമുക്ക് നറുക്കെടുപ്പ് ഭാഗ്യക്കുറി അതുപോലെ തന്നെ നമ്മൾക്ക് ചിട്ടിയിൽ പെട്ടെന്ന് നറുക്കെടുക്കാൻ, അതുപോലെ നമുക്ക് ആരോഗ്യമുണ്ടാകാൻ, ആയുസ്സുണ്ടാകാൻ, ബുദ്ധിയും വിവേകവും ഉണ്ടാകാൻ, ദാരിദ്ര്യമകലാൻ, നൂതന ഗൃഹവാഹനാദികൾ നമുക്ക് ലഭിക്കാൻ, ധനം സമ്പാദിക്കാൻ, കീർത്തി നേടാൻ, സദസ്സിൽ ശോഭിക്കാൻ, ജോലി കിട്ടാൻ, സ്ഥാനക്കയറ്റം കിട്ടാൻ, ശസ്ത്രദോഷങ്ങൾ അകലാൻ, രൂപഗുണമുള്ള ജീവിത പങ്കാളിയെ നമുക്ക് ലഭിക്കാൻ, അനുസരണയുള്ള മക്കളെ നമുക്ക് ലഭിക്കാൻ, സുഖദുഃഖങ്ങളിൽ ഒപ്പം കൂടെ നിൽക്കുന്ന ഉത്തമനായ ഒരു സുഹൃത്തിനെ നമുക്ക് ലഭിക്കാൻ, ശാന്തവും സമാധാനപൂർണമായ ജീവിതം നയിക്കാൻ, അനായാസമായി മരിക്കാൻ പോലും നമുക്ക് ഭാഗ്യലക്ഷ്മിയുടെ കടാക്ഷം ഉണ്ടായേ പറ്റൂ. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് ഭാഗ്യം, ലോട്ടറി സൗഭാഗ്യം. ഇതൊക്കെ ലഭിക്കാൻ വേണ്ടി ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നിഷ്ഠയോടെ നിത്യവും ചെയ്തു പോരണം. ലക്ഷ്മി ദേവി പറഞ്ഞിട്ടുണ്ട്, കിം ഭാഷണേന ബഹുനാ പുണ്യായ ലഭ്യതേ. അതായത് നമ്മൾ വെറുതെ സംസാരിച്ചിട്ട് സമയം കളയുന്നതിന് നമുക്ക് പുണ്യമായ കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭാഗ്യം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ പുണ്യമായ കാര്യങ്ങൾ ചെയ്യണം, എന്നാലേ നമുക്ക് ഭാഗ്യം ലഭിക്കുകയുള്ളൂ. ഇനി ഒരു ഉദാഹരണം ഞാൻ പറയാം. പണ്ട് മഹാഭാരതത്തിലെ പഞ്ചപാണ്ഡവന്മാരുടെ മാതാവായ കുന്തി ദേവി ഗർഭവതിയായ പാഞ്ചാലിയോട് പറയുന്നൊരു കാര്യമാണ്, നീ ഭാഗ്യവാനായാണ് പ്രസവിക്കേണ്ടത്, ശൂരനെയോ പണ്ഡിതനെയോ അല്ല. അതായത് ഭാഗ്യം ഉള്ള പുത്രനെയാണ് പ്രസവിക്കേണ്ടത്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ, മഹാപണ്ഡിതന്മാരും വീരശൂര പരാക്രമങ്ങളുമായ തൻ്റെ മക്കളെ കുറിച്ച് ആ മാതാവിന് നല്ല ഓർമ്മയുണ്ടായിരുന്നു. എല്ലാ വൈഭവങ്ങളും ഉണ്ടായിട്ടും അവർക്ക് കാനനവാസം അനുഭവിക്കേണ്ടി വന്നു. മറ്റെല്ലാ അനുകൂല സാഹചര്യങ്ങളും ഉണ്ടായിട്ടും ദൈവാധീനമില്ലെങ്കിൽ, ഭാഗ്യദേവതയുടെ കടാക്ഷമില്ലെങ്കിൽ ഒന്നും ശുഭമായി പരിണമിക്കുന്നില്ല. അതാണ് ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ കാര്യങ്ങളിലും നമുക്ക് അനുകൂലമായി വരികയുള്ളൂ. ലോട്ടറി നമ്മൾ അടിക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ നല്ലൊരു സമ്മാനം കിട്ടാൻ നമുക്ക് ഭാഗ്യ കടാക്ഷം ഉണ്ടാകണം. അതുപോലെ നമുക്ക് KSFE ചിട്ടി, അങ്ങനെ ചിട്ടിയിലൊക്കെ ചേർന്നവരുണ്ട്. നമുക്ക് നറുക്കെടുക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. അതിന് നമുക്ക് ഭാഗ്യം ഉണ്ടാകണം. വീട്, വാഹനാദികൾ എന്ന് വേണ്ട, ജോലി, സ്ഥാനക്കയറ്റം എന്നിവ ഏതിനും നമുക്ക് ഭാഗ്യം എന്ന കടാക്ഷം ഉണ്ടാകണം. ആ ഭാഗ്യ കടാക്ഷം ഉണ്ടാകാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇനി പറയുന്ന വീഡിയോകളൊക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഭാരതീയ ജ്യോതിശാസ്ത്ര പ്രകാരമാണ് ഞാൻ പറയാൻ പോകുന്നത്. മേടം തൊട്ട് മീനം വരെയുള്ള ഓരോ രാശികളിലും പെടുന്ന നക്ഷത്രക്കാർ എന്തെല്ലാം കാര്യം ചെയ്യണം എന്നെ കുറിച്ച് പറയുന്നുണ്ട്. അതോടൊപ്പം മീനം രാശിയോടൊപ്പം ലഗ്നക്കാരും കുറിച്ചും പറയുന്നുണ്ട്. അവർ ഈ രണ്ട് ഉള്ള ആൾക്കാരും ഈ പറയുന്ന രീതിയിൽ നിത്യവും അനുഷ്ഠിച്ചു പോന്നാൽ ജീവിതത്തിൽ അവർക്ക് ഭാഗ്യം വളരെയധികം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യം ചെയ്യുന്നതോടൊപ്പം നിങ്ങൾ പുണ്യ പ്രവൃത്തികൾ ചെയ്യണം. ഇത് ചെയ്തിട്ട് നിങ്ങൾ മറ്റുള്ളവരെ ദ്രോഹിക്കാനോ മറ്റുള്ളവർക്ക് ദുഃഖമുണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാനോ ചെയ്യാൻ പോകരുത്. പകരം നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണം. പാവപ്പെട്ടവരെ നിങ്ങൾ സഹായിക്കണം. കഴിയുന്നോളം നിങ്ങൾ സഹായിക്കണം. മരുന്ന് വാങ്ങാൻ, വസ്ത്രം വാങ്ങാൻ, എന്ന് വേണ്ട എന്ത് കാര്യത്തിനായാലും ശരി, യഥാർത്ഥത്തിൽ അവർ പാവപ്പെട്ടവരെ തന്നെ നമ്മൾ കണ്ടെത്തി അവരെ സഹായിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഭക്ഷണം നൽകുക, എന്നിവയൊക്കെ ഏറ്റവും പുണ്യമായ പ്രവൃത്തികളാണ്. കുട്ടികൾക്ക് വിദ്യാഭ്യാസമായ സഹായങ്ങൾ, ബുക്കുകൾ, പേനകൾ എന്നിവ വാങ്ങിക്കൊടുക്കുക, വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നതും പുണ്യകടാക്ഷമാണ്. അപ്പോൾ ഇതുപോലത്തെ പുണ്യ പ്രവൃത്തികളും ചെയ്യുകയും അത് ഈ പറയുന്ന കാര്യങ്ങൾ കൂടി ചെയ്താൽ നിത്യം നിങ്ങൾക്ക് ഭാഗ്യം വർദ്ധിക്കും. സ്വന്തം മാതാപിതാക്കളെ നല്ലപോലെ ശുശ്രൂഷിക്കണം വാർദ്ധക്യത്തിൽ.
അവരെ യാതൊരു കാരണവശാലും ഉപേക്ഷിക്കുകയോ ചെയ്യരുത്. അവരുടെ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്തു കൊടുക്കണം. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ഭാഗ്യവർദ്ധനവ് ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ ഇന്ന് തൊട്ട് പറയാൻ പോകുന്നത് മേടം രാശിയിൽ, അതായത് ലഗ്നവും മേടം ലഗ്നമായിട്ട് വരുന്നവർക്കും മേടം രാശിയിലുള്ള നക്ഷത്രക്കാർക്കും ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ചാണ്. ഓരോ ദിവസവും ഓരോ രാശിയും ലഗ്നത്തെക്കുറിച്ച് പറയാം. വിശദമായി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ജാതകം, ഈ കാണുന്ന ജാതകത്തിൽ ച എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അത് മേടത്തിലാണ്, മേടം രാശിയിലാണ് ച എന്ന് എടുത്തിരിക്കുന്നത്. അത് ചന്ദ്രനാണ്. ആ ചന്ദ്രരാശി അടിസ്ഥാനപ്പെടുത്തിയും അതുപോലെ ല എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ ല എന്ന ഭാവത്തെ അടയാളപ്പെടുത്തിയും നമ്മൾ ഇതിനെ ബേസ് ചെയ്താണ്, ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഭാഗ്യാധിപനെ കണ്ടെത്തുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായ രീതിയിലായിരിക്കും വരിക. അപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം മേടരാശിയിൽ ചായനെ രേഖപ്പെടുത്തിയാൽ അതിൻ്റെ 9ാം ഭാവം വരുന്നത് ധനു രാശിയാണ്. അതുപോലെ ലഗ്നം അതിൻ്റെ ഇടവും രാശിയിൽ ലായന് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അപ്പം അങ്ങനെ വരുമ്പോൾ അതിൻ്റെ 9ാം ഭാവം വരുന്നത് മകരം രാശിയാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ കണക്കാക്കണം. അപ്പോൾ ഞാൻ ഓരോന്നിനും ഓരോക്കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പം ആദ്യം മേടം രാശിയിൽ ച എന്ന് അടയാളപ്പെടുത്തും ആ നക്ഷത്രക്കാരെ കുറിച്ചും മേടം രാശിയിൽ ല എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ആ ലഗ്നക്കാരെക്കുറിച്ചുമാണ് ഞാൻ പറയുന്നത്. മേടം രാശി വരുന്ന നക്ഷത്രക്കാരെന്ന് പറഞ്ഞാൽ അശ്വതി, ഭരണി, കാർത്തിക കാൽഭാഗം, അതായത് 15 നാഴിക വരുന്ന നക്ഷത്രക്കാരാണ് മേടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ. അപ്പോൾ ഈ നക്ഷത്രക്കാരുടെ 9ാം ഭാവം നമ്മൾ നോക്കണം. അപ്പോൾ മേടം രാശിയായിരിക്കും 1ാം ഭാവം. ചന്ദ്രനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ പറയുന്നത്. അപ്പോൾ മേടം രാശിയാണ് 1ാം ഭാവം, ഇടം രാശി 2ാം ഭാവം, അതായത് 3ാം ഭാവം മിഥുനം രാശി, 4ാം ഭാവമാണ് കർക്കിടക രാശി, 5ാം ഭാവം ചിങ്ങരാശി, 6ാം ഭാവം കന്നിരാശി, 7ാം ഭാവം തുലാം രാശി, 8ാം ഭാവം വൃശ്ചിക രാശി, 9ാം ഭാവം ധനുരാശി. ഈ ധനുരാശിയാണ് മേടം രാശിക്കാരായ നക്ഷത്രക്കാരായ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്ക് ഭാഗ്യവർദ്ധവിന് ഏറ്റവും പുണ്യപരമായ കാര്യം. ആ 9ാം ഭാവത്തിൻ്റെ അധിപൻ എന്ന് പറഞ്ഞാൽ ഗുരുവാണ്, ബൃഹസ്പതി. ആ ബൃഹസ്പതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. അപ്പോൾ ബൃഹസ്പതിയായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പനെ ആരാധിക്കണം, മഹാവിഷ്ണുവിനെ ആരാധിക്കുക. ഇവ ചെയ്തു കഴിഞ്ഞാൽ ഭാഗ്യവർദ്ധനവ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. വ്യാഴാഴ്ച ദിവസം അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയി തൊഴുക, അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുക. ഇത് ഏറ്റവും ശുഭപ്രദമാണ്. അതുപോലെ തിരുപ്പതി, ഗുരുവായൂർ, അമ്പലപ്പുഴ, നമ്മുടെ ശ്രീ ക്ഷേത്രം, തിരുവാറന്മുള ക്ഷേത്രങ്ങളിൽ പോയി തൊഴണം. ഈ 9ാം ഭാവം വരുന്ന മേടം രാശിക്കാർ, അതുപോലെ ലഗ്നവും വരുന്ന ഈ മേട ലഗ്നക്കാരും നിത്യവും ഈ പറയുന്ന പോലെ ചെയ്യണം. മാസത്തിൽ ഒരിക്കലെങ്കിലും പോയി ഗുരുവായൂർ പോയി തൊഴാൻ ശ്രമിക്കുക. അതുപോലെ വിഷ്ണു സഹസ്രനാമം ജപിക്കുക. ഇത് ഏറ്റവും ഫലപ്രദമാണ്. അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ പോയി വ്യാഴാഴ്ച ദിവസം പോയി ഭഗവാന് തുളസിമാല ചാർത്തുക, പാൽപ്പായസം നിവേദിക്കുക, നെയ്വിളക്ക് കത്തിക്കുക, മഞ്ഞപ്പെട്ട് സമർപ്പിക്കുക. ഇത്രയൊക്കെ ചെയ്യണം. പിന്നെ നവഗ്രഹ ക്ഷേത്രത്തിൽ ആണെങ്കിൽ പോയി ഗുരുവിന് മഞ്ഞപ്പെട്ട് സമർപ്പിക്കാം. അതുപോലെ തന്നെ ആ വ്യാഴത്തിന് പൂജയും ചെയ്യാം. അപ്പോൾ മഞ്ഞ പുഷ്യരകമാണ് ഇവർ ധരിക്കേണ്ട രത്നം. നിത്യവും വിഷ്ണു സഹസ്രനാമം ജപിക്കുക, രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ ജപിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തു പോന്നാൽ മേശയിൽ വരുന്ന ഈ യാത്രക്കാരുടെ ഭാഗ്യം വർദ്ധിച്ചു വരും. നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അരുതി ഉണ്ടാകും. നിങ്ങൾ ലോട്ടറി എടുക്കുമ്പോൾ അതിൽ ഭാഗ്യം വർദ്ധിക്കും. അപ്പോൾ ഇത് കൂടാതെ തന്നെ ബൃഹസ്പതിയുടെ സ്തോത്രം, ഗുരുവിൻ്റെ സ്തോത്രം,
ദേവാനാം ച ഋഷീണാം ച ഗുരും കാഞ്ചന സന്നിഭം ഭുക്തിഭൂതം ത്രിലോകേശം തം നമാമി ബൃഹസ്പതിം എന്ന ഗുരുസ്തോത്രവും നിത്യവും ജപിക്കണം. അതുകൂടാതെ അമ്പലങ്ങൾ ഉണ്ട്. പക്ഷെ മിക്ക ക്ഷേത്രങ്ങളിലും എവിടെ പോയാലും എല്ലായിടത്തും ഇത് നടക്കുന്നില്ലെന്ന കാര്യം സത്യം. ഭാഗ്യസൂത്ര പുഷ്പാഞ്ജലി പറഞ്ഞ ഭാഗ്യസൂത്ര സ്തോത്രം ജപിക്കണം. അത് കുറച്ച് സമയം പിടിക്കും. കാരണം നിങ്ങൾ പല ജനങ്ങളും ഈ പുഷ്പാഞ്ജലി പറഞ്ഞ് സമർപ്പിക്കുമ്പോൾ ആ പൂജാരിമാർക്ക് എല്ലാവർക്കും വേണ്ടി അവരുടെ പേരും നാളും പറഞ്ഞാണ് ഈ പുഷ്പാഞ്ജലി നടത്തിയാൽ അതിനുള്ള ഗുണഫലം ഈ ചെയ്യുന്ന ആൾക്ക് ലഭിക്കുകയുള്ളൂ. അതങ്ങനെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇഷ്ടംമാരെ ജനങ്ങൾ വരുമ്പോൾ ഇവർക്ക് പേരും നാളും പറഞ്ഞ് ഈ സ്തോത്രം ജപിച്ച് നിത്യവും നടത്താൻ അവർക്കും പ്രയാസകരമായ കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ പുഷ്പാഞ്ജലി നടത്തുമ്പോൾ അവർ രസീത് കിട്ടും. പക്ഷെ അത് ഇൻസ്റ്റൻ്റായിട്ട് നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടാവും ആ പുഷ്പാഞ്ജലി. അതായിരിക്കും നമുക്ക് എടുത്തു തരിക. അതുകൊണ്ടാണ് മിക്ക നമുക്ക് ഭാഗ്യത്തിന് കുറവ് വരാൻ സാധ്യത ഉണ്ട്. അതിനാൽ ഭാഗ്യ സൂക്തം നിങ്ങൾ നിത്യവും ജപിക്കണം. അതായത് കശ്യപ മഹർഷിയുടെ അതിഥിയുടെയും പുത്രനായ ഭഗനെയാണ് ഭാഗ്യസൂത്രം കൊണ്ട് നമ്മൾ പ്രീതിപ്പെടുത്തുന്നത്. ഈ ഭാഗ്യസൂത്രം എല്ലാ ദേവതമാർക്കും ദേവികൾക്കും പുഷ്പാഞ്ജലി നടത്താറുണ്ട്. പക്ഷെ ആരും ഈ മിക്കയിടത്തും ഇങ്ങനെ സ്തോത്രം ജപിക്കാറില്ല. അതിനാലാണ് നിങ്ങൾ ഈ ഭാഗ്യസൂത്രം നിങ്ങൾ നിത്യവും ജപിക്കുക. ഭക്തിയോടെ നമ്മൾ മഹേശ്വരനെ ഗുരുവായി സങ്കല്പിച്ച് ഈ ഭാഗ്യസൂത്ര പുഷ്പാഞ്ജലി സൂത്രം നിങ്ങൾ നിത്യവും ജപിക്കണം. ജീവിച്ചു പോന്നാൽ ഭാഗ്യവർദ്ധന നിങ്ങൾക്ക് വച്ചടി ഉണ്ടാകും. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞു പറഞ്ഞ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി ആ ക്ഷേത്രത്തിൽ തന്നെ ഈ ഭാഗ്യം സൂത്രം നിങ്ങൾ ജപിക്കുകയാണെങ്കിൽ വളരെയധികം ഗുണം നിങ്ങൾക്ക് ലഭിക്കും ജീവിതത്തിൽ. അപ്പോൾ ആദ്യത്തെ വരി ഞാൻ പറഞ്ഞുതരാം. പിന്നെ വരി കുറേ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. അത് നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ വരിയും അതിൻ്റെ അർത്ഥം സഹിതവും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. വാട്സപ്പിലായിട്ട് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ വളരെയധികം പ്രയാസമാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ തരാം. ആ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗ്യസൂത്രം നിങ്ങൾക്ക് അർത്ഥസഹിതം പറഞ്ഞു തരാം. അർത്ഥം മനസ്സിലാക്കി ജീവിച്ചാലേ അതിൻ്റെ ഗുണം നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യത്തെ ഞാൻ കുറച്ച് വരി ഞാൻ പറഞ്ഞു തരാം. ഓം പ്രാതരഗ്നിം പ്രാതരീന്ദ്രം ഹവാമഹേ പ്രാതം മിത്രവരുണ പ്രാതരശ്വിന പ്രാതർഭഗം പൂഷണം ബ്രഹ്മണസ്പതിം പ്രാതം സോമമുദരുദ്രം ഹുമേമ. ഇതാണ് ആദ്യത്തെ വരി. അതിൻ്റെ അർത്ഥം പറഞ്ഞാൽ ഞങ്ങൾ പ്രഭാതത്തിൽ അഗ്നി, വരുണൻ, ഇന്ദ്രൻ, അശ്വിനി ദേവന്മാർ, മിത്രൻ, പുഷൻ, ബ്രഹ്മണസ്പതി, സോമൻ, രുദ്രൻ ഇവരെ ആഹ്വാനം അതായത് വിളിക്കുന്നു. ഇതാണ് ഈ വരിയുടെ അർത്ഥം. അതുപോലെ കുറച്ച് വരികളുണ്ട്. അത് ഈ സമയം ഇല്ലാത്തതുകൊണ്ട് പറയുന്നില്ല. ആവശ്യമുള്ളവർ നിങ്ങൾ കമൻ്റായി പറയുക. ഞാൻ പറഞ്ഞു തരാം. യാതൊരു ഫീസും ഇല്ല. നിങ്ങൾക്ക് സൗജന്യമായി പറഞ്ഞു തരുന്നതായിരിക്കും. അറിയാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ചോദിക്കുക, പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഭാഗ്യലക്ഷ്മി ദേവിയുടെയും എല്ലാവരുടെയും അനുഗ്രഹം വളരെ വേഗം സിദ്ധിച്ച് ഭാഗ്യവർദ്ധനം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.